ക്യാമ്പിനെയും അലട്ടിയിരുന്ന വിഷയമാണ്. അതിനെയൊക്കെ തൂത്തെറിഞ്ഞുകൊണ്ട്, ഭരണവിരുദ്ധ വികാരത്തെ തൂത്തെറിഞ്ഞുകൊണ്ട് തങ്ങളുടെ ക്യാമ്പിനെ പോലും അതിശയിപ്പിക്കുന്ന വിജയം ബിജെപിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. മിഥുൻ, AAPയുടെ പ്രതികരണം ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ അമിത ആത്മവിശ്വാസമാണ് അപകടത്തിലാക്കിയതെന്നാണ്. പക്ഷേ AAPക്ക് അങ്ങനെ AAPയുമായി ചേർന്ന് മത്സരിക്കാൻ ജയിക്കാൻ കഴിയും എന്ന തരത്തിലൊന്നുമല്ല തെരഞ്ഞെടുപ്പ് ഫല സൂചനകൾ വരുന്നതെങ്കിൽ പോലും അങ്ങനെ ഒരു അവകാശവാദം അല്ലെങ്കിൽ ഒരു കുറ്റപ്പെടുത്തൽ AAPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. ഇന്ത്യ മുന്നണിയൊക്കെ അസ്വസ്ഥപ്പെടുത്തുന്ന തരത്തിലേക്ക് ഈ ഫല സൂചനകൾ അല്ലെങ്കിൽ ഈ ഫലം ആത്യന്തികമായി മാറുമെന്ന് വേണമോ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ? സ്വാഭാവികമായും ഇനി മഹാരാഷ്ട്ര, ജാർഖണ്ഡ് അടക്കമുള്ള തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ വലിയ വിജയം നേടാൻ സാധിച്ചിരുന്നുവെങ്കിൽ അത് വലിയ ഊർജ്ജം നൽകുമായിരുന്നു അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഉള്ള ഒരു വലിയ മുന്നേറ്റമായിരുന്നു ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തത്. അത്തരത്തിൽ ആ ഒരു വിജയം കൈക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു തിരിച്ചടി കോൺഗ്രസിനെ സംബന്ധിച്ച്, കോൺഗ്രസ് അവരെ ഒറ്റയ്ക്ക് മത്സരിക്കുകയായിരുന്നു. ആം ആദ്മിക്ക് അവിടെ 10 സീറ്റുകൾ നൽകണമെന്നുള്ള ആവശ്യമായിരുന്നു അവർ ആദ്യമായി ഉന്നയിച്ചത്. പക്ഷേ അതിന് കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല. കാരണം ഡൽഹി അടക്കമുള്ള തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നു. ഡൽഹിയിൽ കൃത്യമായി ഇതേ രീതിയിൽ ആ ഒരു പാറ്റേണിൽ കോൺഗ്രസിന് അത്രയും സീറ്റ് നൽകാൻ ആം ആദ്മി തയ്യാറാകില്ല. അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് പോയതിനെ തുടർന്നാണ് ഒറ്റയ്ക്ക് മത്സരിക്കാമെന്നുള്ള ഒരു തീരുമാനം ആം ആദ്മി എത്തിയത്. അത് ആ ഒരു തീരുമാനത്തിലേക്ക് ഭൂപീന്ദർ സിംഗ് ഹൂഡ എത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ആം ആദ്മിക്ക് വലിയ വളർച്ച ഈ പറയുന്ന ഹരിയാനയിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഒരു പക്ഷേ അതിർത്തി മേഖലയിലൊക്കെ തന്നെ മാത്രമായിരിക്കും ചെറിയ രീതിയിലെങ്കിലും കാര്യമായ ഒരു മുന്നേറ്റം നടത്താൻ ആം ആദ്മിക്ക് സാധിക്കും എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. അത് ഏകദേശം ശരി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ രീതിയിലേക്ക് പോകാതെ ഇന്ത്യ സഖ്യം എന്ന രീതിയിൽ ആം ആദ്മിയെ ഒപ്പം നിർത്തിക്കൊണ്ട് മത്സരിപ്പിക്കാതെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ അവിടെ കോൺഗ്രസ് നേതൃത്വം തയ്യാറാവുകയും ചെയ്ത് അതിന് അത്തരത്തിൽ ഈ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ആം ആദ്മി പറയുന്ന പോലെ തന്നെ വലിയ അമിത ആവേശമുണ്ടായിരുന്നു, ആത്മവിശ്വാസമുണ്ടായിരുന്നു. കശ്മീരിലെ ആ വിജയം ഇന്ത്യ മുന്നണിക്ക് വലിയ തിളക്കമാർന്ന വിജയമായി മാറുകയാണ്. ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി കശ്മീർ ജനത 10 വർഷത്തിനിപ്പുറം വിധി എഴുതിയിരിക്കുന്നു. അതുതന്നെയാണ് പോളിംഗ് ശതമാനത്തിൽ ഉൾപ്പെടെ കാണാൻ കഴിഞ്ഞത്. അത് എന്തിനുള്ള മാൻഡേറ്റ് ആണ് എന്നുള്ളത് വ്യക്തമായിരിക്കുന്ന ഒരു സാഹചര്യം. കശ്മീരിന്റെ അവസാന ചിത്രം കൂടി. കശ്മീരിൽ വിധിയെല്ലാം വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം 49 സീറ്റുകൾ നേടി അവിടെ അധികാരത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. 10 വർഷത്തിന് ശേഷം നടന്നിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ആർട്ടിക്കിൾ 370 അടക്കം റദ്ദാക്കിയതിനു ശേഷം നടന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. വളരെ സമാധാനപൂർവ്വമായും ഒപ്പം തന്നെ ഒരിടത്തും റീപോളിംഗ് പോലും നടത്താതെ ഇത്തവണ വളരെ സമാധാനപൂർവ്വം നടന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. അത്തരത്തിൽ കൂടുതൽ ജനങ്ങൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. 63.68% പേരായിരുന്നു ഇത്തവണ പോളിംഗ് രേഖപ്പെടുത്തുകയും ചെയ്തത്. അവിടെ കൃത്യമായി നാഷണൽ കോൺഫറൻസിലെ കശ്മീർ താഴ്വരയിലുള്ള 47 സീറ്റിൽ 43 സീറ്റുകളിൽ മത്സരിച്ച ഈ പറയുന്ന നാഷണൽ കോൺഫറൻസിന് കൃത്യമായ ആധിപത്യം, അവർ മത്സരിച്ച 42 വിജയിക്കാൻ നാഷണൽ കോൺഫറൻസ് പാർട്ടിക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അവിടെ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ സഖ്യത്തിലാണ് കോൺഗ്രസ് നേതൃത്വം ഒപ്പം തന്നെ CPM ഉള്ളത്. CPM മത്സരിക്കുന്ന ഏക ഒരു സീറ്റിലാണ് അവിടെ തരിഗാമി വിജയിച്ചു കഴിയുകയും ചെയ്തു. ഒപ്പം തന്നെ 32 സീറ്റുകളിലായിരുന്നു ഈ സഖ്യത്തിൽ കോൺഗ്രസ് നേതൃത്വം മത്സരിച്ചത്. അതായത് ജമ്മുവിൽ 26 6 ഈ പറയുന്ന കശ്മീർ താഴ്വരയിലുമായിരുന്നു സീറ്റുകൾ പങ്കിട്ട് എടുക്കുകയും ചെയ്തു. പക്ഷേ തീർച്ചയായും വളരെ തീർത്തും നിറം മങ്ങുന്ന ഒരു പ്രകടനമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച കശ്മീരിൽ ഇത്തവണ അവർ പുറത്തെടുത്തത്. കാരണം 2014 തെരഞ്ഞെടുപ്പിൽ 18.68% വോട്ട് ഷെയർ അവർക്കുണ്ടായിരുന്നു. വോട്ട് വിഹിതം അന്ന് അവർക്ക് നേടാൻ സാധിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ 12 സീറ്റുകൾ അന്ന് കോൺഗ്രസിനുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അത് 6 കുറയുന്നു, 12% അവരുടെ വോട്ട് വിഹിതം കുറയുന്നു എന്നുള്ളതാണ് ഈ സഖ്യം അധികാരത്തിലേറുമെങ്കിൽ പോലും തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ചിത്രം. അതേസമയം BJP ഇവിടെ വെച്ചു പുലർത്തിയിരുന്ന ഒരു തന്ത്രം, അതായത് ജമ്മുവിലെ 43 സീറ്റുകളിൽ അവർ മത്സരിക്കുന്നു. ഒപ്പം തന്നെ കാശ്മീർ താഴ്വരയിൽ അവർക്ക് വലിയ രീതിയിൽ സ്വാധീനമില്ലാത്ത മേഖലയാണ്. അവിടെ 19 സീറ്റുകളിൽ മാത്രമാണ് BJP മത്സരിച്ചത്. മറ്റ് സ്വതന്ത്രരെ, അതായത് കോൺഗ്രസിന്റെ ആരോപണം പോലെ മറ്റ് സ്വതന്ത്രരെ പിന്തുണയ്ക്കുന്നു BJP എന്നുള്ള ചില ആരോപണങ്ങളുണ്ട്. അതൊക്കെ അവിടെ നിന്നാൽ പോലും തന്നെ അവർ കണക്കുകൂട്ടിയിരുന്നത് ഈ പറയുന്ന 43 സീറ്റുകളിൽ 40 സീറ്റുകളിലും വിജയിക്കാനായാൽ, അവിടെ ഒരു കൺസോൾട്ടേഷൻ നടത്താനായാൽ ഒരുപക്ഷെ അധികാരത്തിലേക്ക് വരാം, ഈ പറയുന്ന സ്വതന്ത്രനെ ഒപ്പം നിർത്തിക്കൊണ്ട് കശ്മീർ പിടിച്ചടക്കാമെന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു BJPക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ അവരെ സംബന്ധിച്ച് 29 വിജയിക്കാൻ സാധിച്ചു. അതായത് കഴിഞ്ഞ തവണ 2014 ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 25 വിജയിച്ചെങ്കിൽ 4 സീറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ട് 29 സീറ്റ് ജമ്മു മേഖലയിൽ അവർക്ക് നേടാൻ സാധിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അവിടുത്തെ ഒരു ചിത്രം. ഒപ്പം തന്നെ ഡോഡ മണ്ഡലത്തിൽ ആം ആദ്മി അവിടെ ആദ്യമായാണ് മത്സരിക്കുന്നത്. ഡോഡ മണ്ഡലത്തിൽ അവരുടെ സ്ഥാനാർത്ഥി, ആം ആദ്മിയുടെ സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചു കയറുകയും ചെയ്തു. അതേസമയം PDPയുടെ കാര്യം, അതായത് ജമ്മു കാശ്മീർ PDP പാർട്ടി
കഴിഞ്ഞ തവണ 28 സീറ്റുകൾ നേടിയ പാർട്ടി അമ്പെ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഇത്തവണത്തെ ഒരു തെരഞ്ഞെടുപ്പിലെ ചിത്രം വ്യക്തമാക്കുന്നത്. 3 സീറ്റുകളിലായി അവർ ഒതുങ്ങിയിരിക്കുന്നു. അതായത് മെഹബൂബ മുഫ്തിയുടെ മകൾ ഇത്തിജ മുഫ്തി ആയിരുന്നു ഇത്തവണ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുകയും ചെയ്ത അവർ മത്സരിച്ച മണ്ഡലത്തിൽ അവർ തോൽവി സമ്മതിക്കുകയും ചെയ്തു. വലിയ രീതിയിലുള്ള തോൽവി, ഏകദേശം 13,000-ലധികം വോട്ടുകളുടെ തോൽവിയാണ് ജമ്മു കാശ്മീരിലെ വിജയം തന്നെയാണ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ആശ്വസിക്കാനുള്ളത്. അതേസമയം ഹരിയാനയിൽ ഉറപ്പിച്ച വിജയം കൈവിട്ടുപോയതിന്റെ ആലസ്യം കോൺഗ്രസിനെ സംബന്ധിച്ച് ഉണ്ട്.